പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ പറഞ്ഞ വചനം നടപടി പുസ്തകത്തിന്റെ 2:26 ഡെഡ് ബോഡിക്ക് വരെ പ്രത്യാശ ഉണ്ടെന്ന് പറയുന്ന ഇത് സത്യമായി ഇന്ന് രാവിലെയാണ് എനിക്ക് ഇത്രയും ശ്രദ്ധയിൽപ്പെട്ടത്. ഈ വചനം നമ്മൾ എപ്പോഴും കേൾക്കണതല്ലേ, പുതിയ വചനമൊന്നുമല്ല. പക്ഷെ ആ വചനത്തിനൊരു വേറെ ഒരു വശമുണ്ട്. എന്താണ്? ഒരു ഡെഡ് ബോഡിയെ വെച്ചുകൊണ്ടാണ്, അതായത് ശവശരീരമാണ് പറയണത്. എന്താ? എന്റെ ഹൃദയം സന്തോഷിച്ചു എന്ന് പറഞ്ഞേ, എന്റെ നാവ് സ്തോത്രം ആലപിച്ചു, എന്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്തെന്നാൽ എന്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ മനസ്സിന് വിഷമം തോന്നുമ്പോ ഈ വാക്ക് പറയണം. എന്താ പറയേണ്ടത്? അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. എന്ത് വിഷമം തോന്നുമ്പോഴും കാര്യം ഇത് ഭയങ്കര പവർഫുൾ വാക്കാ. എന്താ? അതായത് ശരീരം പോലും, ഡെഡ് ബോഡി പോലും ജീർണിക്കാൻ നിന്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന്. എന്നാ പിന്നെ നിന്റെ ജീവനുള്ള ശരീരം ജീർണിക്കാൻ അനുവദിക്കുവോ? കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.